രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഈ സാമ്പത്തിക വർഷം ഗണ്യമായ ഇടിവുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പുതിയ കണക്കുകളിൽ പറയുന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 6.4% കുറയുമെന്നാണ് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് തയ്യാറാക്കിയ കണക്കിൽ പറയുന്നത്. 2020-21 കോവിഡ് കാലത്തുണ്ടായ 5.8% അടുത്തേക്കാണ് നിരക്ക് താഴുന്നത്. 2021-22 9.7%, 2022-23 7%, 2024 മാർച്ച് വരെ 8.2% മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച. ഉൽപ്പാദന മേഖലയിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് സംബന്ധിച്ച് റിസർവ് ബാങ്കും കേന്ദ്ര ധനമന്ത്രാലയവും ചൂണ്ടിക്കാട്ടിയ കണക്കുകളേക്കാൾ കുറവായിരിക്കും ഈ വർഷത്തെ വളർച്ചയെന്നാണ് കണക്കുകളിൽ കാണുന്നത്. 6.6% വളർച്ചയെന്നാണ് ഡിസംബറിൽ റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയത്. 6.5 മുതൽ 7% വരെ കേന്ദ്ര ധനമന്ത്രാലയവും ഉയർത്തിക്കാട്ടിയിരുന്നു. ഉൽപാദന മേഖലയിൽ വളർച്ച 9.9% നിന്ന് 5.3% കുത്തനെ ഇടിയുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്കുകളിൽ ഉള്ളത്. സേവന മേഖലയിൽ 6.4% നിന്ന് 5.8% വളർച്ച കുറയും. എന്നാൽ കാർഷിക മേഖലയിൽ ഈ പ്രതിസന്ധികൾക്കിടയിലും കാർഷിക മേഖലയിൽ നേരിയ വളർച്ചയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 1.4% നിന്ന് 3.8% വളരാനാണ് സാധ്യത. നിലവിലുള്ള വിലകളെ അടിസ്ഥാനമാക്കിയുള്ള GDP കഴിഞ്ഞ വർഷത്തെ 296 ലക്ഷം കോടിയിൽ നിന്ന് 325 ലക്ഷം കോടിയായി വളരുമെന്ന് കണക്കാക്കുന്നത്. നിലവിലുള്ള വിലകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം $3.8 ട്രില്യൺ ആണ്. ഈ വർഷം GVA വളർച്ച 9.3% രേഖപ്പെടുത്തും. ഇത് 292 കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു ഡാറ്റ വന്നതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് വളരെ നിർണായകമാണ്. എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യുക.